സാറേ, പാകിസ്ഥാന് ഭീഷണി ഉയർത്തുന്ന ചില ഭീകര സംഘടനകളൊന്നാണ് ഈ തെഹ്രീക്കെ താലിബാൻ ഇൻ പാകിസ്ഥാൻ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അഫ്ഗാനിസ്ഥാന് വേണ്ടി പാകിസ്ഥാനുള്ളിൽ കലാപം ഉണ്ടാക്കുന്നതാണ് അവർ തന്നെ പറയുന്നത്. TTP ഇന്ത്യ സഹായം നൽകുന്നതെന്ന് വേറൊരു ആരോപണമുണ്ട്. എന്തായാലും ഈ TTPയുമായി ബന്ധപ്പെട്ട ഒരാൾ കേരളത്തിൽ വന്നുവെന്നും അയാളെക്കുറിച്ച് നിർണായകമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് കിട്ടിയെന്നൊക്കെ കേൾക്കുന്നുണ്ട്. അതെ, ഇയാളുടെ പേര് മൻസൂർ അലി എന്നാണ്. മൻസൂർ അലി അസം സ്വദേശിയാണ്. ഇയാൾ കേരളത്തിൽ വളരെ വർഷങ്ങൾ ജോലി ചെയ്തിരുന്ന ഒരാളാണ്. ഇയാൾ ഈ ഭീകര സംഘടനകളിലൊക്കെ ചേർന്ന ശേഷം കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് പോയി. എന്ന് പറഞ്ഞാൽ ഈ ഭീകര സംഘടനകൾ അയാളോട് തെഹ്രീക്ക് താലിബാനൊക്കെ, പിന്നെ മ്യാൻമാറിലെ ഒരു അരക്കൻ തീവ്രവാദ സംഘടന, അരക്കൻ ആർമിയല്ല, അവിടുത്തെ ഒരു തീവ്രവാദ സംഘടന, അതായത് ഇയാളോട് തമിഴ്നാട്ടിൽ പോയി വർക്ക് ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടിരുന്നു. അതുകൊണ്ട് ഇയാൾ തമിഴ്നാട്ടിലേക്ക് പോയതാണ്. അപ്പോൾ പോലീസ് ഇയാളെ പൊക്കിയിരിക്കുന്നത് തമിഴ്നാട്ടിൽ നിന്നാണ്, അസംകാരൻ. ഈ മൻസൂർ അലി സാമാന്യം വലിയ ഭീകരൻ ആണെന്നാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. ഇയാൾ അസമിലെ ദരാങ് ജില്ലയിൽ ഗറുപേഡിയ എന്ന് പറഞ്ഞ ഗ്രാമത്തിലെ വീടുള്ള ആളാണ് ഈ മൻസൂർ അലി. തെഹ്രീക്ക് താലിബാൻ, പിന്നെ അതുപോലെ തന്നെ മ്യാൻമാർ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ ഇവിടെയൊക്കെ പ്രവർത്തിക്കുന്ന ഒരു അരക്കൻ ഭീകര സംഘടനയും രണ്ടുമായിട്ട് ഇയാൾക്ക് ബന്ധമുണ്ട് എന്നാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. അരക്കൻ രോഹിംഗ്യ സാൽവേഷൻ ആർമി ആണ് അരക്കൻ സംഘടന. അരക്കൻ രോഹിംഗ്യ സാൽവേഷൻ ആർമി ഭീകര സംഘടനയാണ്. പക്ഷെ പ്രധാനമായിട്ടും ഇയാൾക്ക് ബന്ധം തെഹ്രീക്ക് താലിബാനുമായിട്ടാണ് എന്ന് ഉണ്ട്. അപ്പൊ കേരളത്തിൽ പല വർഷങ്ങൾ ജോലി ചെയ്യുന്ന കാലത്താണ് ഇയാൾക്ക് തെഹ്രീക്ക് താലിബാനുമായിട്ട് ബന്ധം വന്നിരിക്കുന്നത്. എന്നിട്ട് അവരുടെ നിർദ്ദേശപ്രകാരം ഇയാള് തമിഴ്നാട്ടിൽ പോയി അവിടെ ജോലി ചെയ്യുകയും എന്താ പറയാ, ദേശീയ തലത്തിൽ എല്ലാ സംസ്ഥാനങ്ങളിലുമൊക്കെ തെഹ്രീക്ക് താലിബാന്റെ സ്ലീപ്പർ സെല്ലുകൾ ഉണ്ടാക്കുക എന്നുള്ള ദൗത്യം ഇയാളെ ഏൽപ്പിക്കുകയും ഒക്കെ ചെയ്തിരുന്നു എന്നാണ് റിപ്പോർട്ടുകളിൽ കാണുന്നത്. ഒരുപാട് വർഷങ്ങൾ കേരളത്തിൽ നിന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. പക്ഷെ എത്ര വർഷം എന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ ഇതുവരെ വന്നിട്ടില്ല. അപ്പൊ ഇവിടെ വെച്ചും അയാൾക്ക് ഭീകര സംഘങ്ങളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു എന്ന് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്, TTPയുമായിട്ടും. അപ്പൊ അസമിൽ പോയിട്ടും തമിഴ്നാട്ടിലും അതിനുശേഷം അസമിലും പോയിട്ടും ബേസ് ഉണ്ടാക്കാൻ ഇതിന് TTPക്ക് ഒരു ബേസ് ഉണ്ടാക്കാനായിട്ട് നിർദ്ദേശം ഇയാൾക്ക് കിട്ടിയിരുന്നു. അതേസമയം ഇയാൾ ARSAയുമായിട്ട്, അരക്കൻ സാൽവേഷൻ ആർമിയുമായിട്ടും, അരക്കൻ രോഹിംഗ്യ സാൽവേഷൻ ആർമി ARSA അതുമായിട്ടും ബന്ധം പുലർത്തിയിരുന്നു. ഒരുപക്ഷെ ഈ ARSAക്ക് തെഹ്രീക്ക് താലിബാനുമായിട്ടും ബന്ധമുണ്ട്, ഉണ്ടാകാം. അങ്ങനെയായിരിക്കണം അവരുമായിട്ടും ബന്ധപ്പെട്ടത്. അപ്പൊ ഈ ഗ്രൂപ്പുമായി ബന്ധപ്പെട്ട ശേഷം തമിഴ്നാട്ടിലേക്ക് പോയി, പിന്നെ നാട്ടിലേക്കും ഇയാൾ പോയി. അപ്പൊ പക്ഷെ ഇയാളെ കുറെ നാളായിട്ട് പോലീസ് നിരീക്ഷിക്കുന്നുണ്ടായിരുന്നു. ഇന്റലിജൻസ് ഏജൻസികൾക്കും ഇയാളെ പറ്റി വിവരം ഉണ്ടായിരുന്നു. ഇയാൾ ഈ സോഷ്യൽ മീഡിയയിലും ഒക്കെ സജീവമായിട്ട് യുവാക്കളെ റിക്രൂട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. ഇതൊക്കെ പറഞ്ഞു പരത്തിയിട്ട് പലയിടത്തും സ്ഫോടനത്തിന് പദ്ധതി ഇട്ടിരുന്നു, ഇന്ത്യയിൽ പലയിടത്തും. അപ്പോൾ ഇയാൾ മ്യാൻമാറിലേക്ക് പരിശീലനത്തിന് പോകാനിരിക്കെ ആണ് പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്യുന്നത്. അവിടെ അരക്കൻ ഈ സാൽവേഷൻ ആർമിയുടെ പരിശീലന ക്യാമ്പിൽ ബോംബ് നിർമ്മാണം പഠിക്കാനായിട്ട് പോകാനിരിക്കുകയായിരുന്നു ഇയാൾ. ഇവിടെ സ്ഫോടനം നടത്താണല്ലോ ഇന്ത്യയിൽ. അപ്പോൾ ഈ TTPക്ക് ഇന്ത്യയുമായിട്ട് ബന്ധമുണ്ട് എന്നുള്ള പാകിസ്ഥാന്റെ വാദം മൊത്തത്തിൽ റദ്ദാക്കുന്ന വിവരങ്ങളാണ് ഇതിൻ്റെ അകത്തുള്ളത്. കാരണം TTP ഇയാളോട് നിർദ്ദേശിച്ചിരിക്കുന്ന ഇന്ത്യയിൽ ബോംബ് സ്ഫോടനങ്ങൾ നടത്താനാണല്ലോ. അത് ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ട സംഘടന അങ്ങനെ പറയൂ. അപ്പം 25 കഴിഞ്ഞ ദിവസമാണ്, നവംബർ 25-ാം തീയതിയാണ് ഇയാൾ അറസ്റ്റിലാകുന്നത്. മൻസൂർ അലി. ഇയാൾക്കെതിരെ UAPA കേസെടുത്തിട്ടുണ്ട്. 39(2) വകുപ്പ്, പിന്നെ ഭാരതീയ ന്യായ സംഹിത വകുപ്പുകളൊക്കെ ഉണ്ട്. അപ്പോൾ
നമ്മൾ ഓർക്കേണ്ടത്, നമ്മൾ മുമ്പ് ABC ചർച്ച ചെയ്തിട്ടുള്ള കാര്യമാണ്, ആസാമിൻ്റെ സ്പെഷ്യൽ ടാസ്ക് ഫോഴ്സ് STF അവർ 2024 ഡിസംബറിൽ 8 ഭീകരരെ പല സംസ്ഥാനങ്ങളിൽ നിന്ന് അൽ-ഖ്വയ്ദ ബന്ധം ഒക്കെ ഉള്ളവര്, അൻസറുള്ള ബന്ധമൊക്കെ ഉള്ളവരെ പല സംസ്ഥാനങ്ങളിൽ നിന്ന് പിടിച്ചിരുന്നു. ഒരാളെ കാസർഗോഡ് നിന്നാണ് പിടിച്ചിരുന്നത്, അവിടെ നിന്നാണ് പിടിച്ചിരുന്നത്. അൻസറുള്ള ബംഗ്ല ടീം എന്ന് പറഞ്ഞ ഭീകര സംഘടനയായിട്ട് ബന്ധപ്പെട്ടവരെ. അപ്പോൾ അൽ-ഖ്വയ്ദ ഇന്ത്യൻ സബ് കോണ്ടിനെന്റ് AQIS എന്ന സംഘടനയുമായും ആ പിടിച്ചവർക്ക് ബന്ധമുണ്ടായിരുന്നു, 8 പേർക്ക്. ആ പടന്നയിൽ നിന്ന് പിടിച്ചയാൾ അസമിൽ നിന്ന് പശ്ചിമ ബംഗാളിൽ പോയിട്ട് പശ്ചിമ ബംഗാളിൽ നിന്ന് പടന്നയിലേക്ക് വന്നതാണ്. ആ ഭാഗത്തൊക്കെ ജ്യോതി മൽഹോത്ര എന്ന് പറഞ്ഞിട്ട് ഒരു സ്ത്രീ, പഹൽഗാമിന് ശേഷം പോലീസ് പിടിച്ച സ്ത്രീ അല്ലേ, അവിടെയൊക്കെ പോയിരുന്നു. ഏഴിമല, മൂന്നാർ, കൊച്ചി വ്ലോഗറായിട്ട് നടക്കുക. അതെ. കേരളത്തിലേക്ക് അവർക്ക് ഔദ്യോഗിക ക്ഷണമൊക്കെ ഉണ്ടായിരുന്നില്ലേ ടൂറിസം വകുപ്പിന്റെ, സംസ്ഥാന സർക്കാരിന്റെ. അപ്പൊ ഇത് ബംഗ്ലാദേശ് പൗരൻ മുഹമ്മദ് സാദ് റാദി എന്ന് പറഞ്ഞ ആളെയാണ് പടന്നയിൽ നിന്ന് പിടിച്ചത്. ബംഗ്ലാദേശ് പൗരനെയാണ് പിടിച്ചത്. ബംഗ്ലാദേശ് പൗരൻ അൻസറുള്ള ബംഗ്ലാദേശ് പൗരൻ മുഹമ്മദ് സാദ് റാദി, അയാളെയാണ് ഇവിടെ നിന്ന് പിടിച്ചത്. മുഹമ്മദ് ഷാബ് ഷെയ്ഖ് എന്നും അയാൾക്ക് പേരുണ്ട്. ബംഗാളിൽ നിന്ന് 2 പേര്, അസമിൽ നിന്ന് 5 പേര്, കേരളത്തിൽ നിന്ന് ഒരാളെ, അങ്ങനെയാണ് 8 പേര്. എന്ത് സംഭവിച്ചാലും കേരളം ഇതിൻ്റെ അകത്ത് ഉണ്ടാവും. എല്ലാവർക്കും ഇത്തരം ആളുകൾക്ക് കേരള ബന്ധം ഉണ്ടെന്ന് ഈ റിപ്പോർട്ടിലും ഉണ്ട്. അപ്പോൾ മൊത്തത്തിൽ ഒരു സ്ലീപ്പർ സെല്ലുകളുടെ ഒക്കെ വിഹാര കേന്ദ്രം ആണ് കേരളം എന്നുള്ളതിനാണ് ഈ തെഹ്രീക്ക് താലിബാനുമായിട്ട് ബന്ധപ്പെട്ടിരുന്ന ഒരു അസംകാരനും കേരളത്തിലാണ് വളരെ വർഷങ്ങളായിട്ട് ജോലി ചെയ്തിരുന്നതെന്ന് അയാളുടെ അറസ്റ്റിൽ നിന്ന്. പക്ഷെ ഇവിടെ വെച്ച് അല്ല അന്വേഷകർ കണ്ടെത്തിയത് എന്നുള്ളതാണ് അതിൻ്റെ കൗതുകമുള്ള വശം. ഇപ്പം ലോകത്ത് ഏതൊരു സ്ഥലത്ത് ഒരു ഭീകര സംഘടന, ഭീകര പ്രവർത്തനമൊക്കെ വന്നാലും അതിൻ്റെ വേരുകൾ ചേഞ്ച് വരുമ്പോൾ ഒരു കേരള ബന്ധം കണക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ കേരളം ഇത്തരത്തിലുള്ള ആളുകൾക്ക് ഒളിച്ച് താമസിക്കാൻ പറ്റുന്ന ഒരു ഹൈഡ് ഔട്ട്, അങ്ങനെ നമ്മൾ ആ എലത്തൂര് ഒരു ട്രെയിനിൽ സ്ഫോടനം നടന്നത് ഓർക്കുന്നില്ല? അതെ. അയാളെ എന്നിട്ട് മറ്റേ രത്നഗിരിയുടെ അടുത്തുനിന്ന് മഹാരാഷ്ട്രയിൽ നിന്ന് പിടിച്ചുകൊണ്ടുവരുവൊക്കെ അല്ലേ ചെയ്തിരുന്നത്. അന്ന് P. വിജയന് പാര വെക്കുകയൊക്കെ ചെയ്തില്ലേ, MR അജിത് കുമാർ, P. വിജയൻ സസ്പെൻഷനിലൊക്കെ ആയിരുന്നു ആ പ്രതിയുടെ. പിന്നെ ആ പ്രതിയെ കൊണ്ടുവരുന്ന കാറ് ബ്രേക്ക് ഡൗൺ ആയി, 1.5 മണിക്കൂറോ വഴിയിൽ കടന്നു. ഏതോ ഒരു വിജനമായ സ്ഥലമൊക്കെ ആയിട്ട് കൊണ്ടുവരുമ്പോൾ ത്രൂ ഔട്ട് ഇത് ചാനലുകളിൽ കാണിച്ചുകൊണ്ട് ഇരിക്കുകയൊക്കെ ചെയ്തിരുന്നു. വളരെ വിചിത്രമായ ഒരു യാത്രയായിരുന്നു അവിടെ നിന്ന് ഇവിടം വരെ. അത് കഴിഞ്ഞ് പ്രതിയെ ആശുപത്രിയിൽ പാർപ്പിച്ചിരുന്ന സ്ഥലത്തും ഒരു CPM ഒക്കെ ആയിട്ട് അടുപ്പമുള്ള ഒരു ചാനലിലേക്ക് അല്ലേ, ധർമ്മടത്ത് നിന്നുള്ള ഒരാൾ പ്രവേശിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. ആകെ ഒരു വഷള് പരിപാടിയായിരുന്നു അന്ന് നടന്നുകൊണ്ടിരുന്നത്. അപ്പൊ കേരളം ഒരു സേഫ് ഹേവനാണ് ഈ ഭീകരരെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളത് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യുമ്പോൾ, കഴിഞ്ഞ ദിവസം നമ്മൾ ഈ മറ്റേ 16 വയസ്സുള്ള കുട്ടിയെ തിരുവനന്തപുരം ജില്ലയിൽ നിന്നുള്ള ഒരു കുട്ടിയുടെ കഥയില്ലേ, അതിന്റെ അമ്മയും ഇപ്പോഴത്തെ ചെന്ന് വെമ്പായം, ആ 2 പേര്, ആ വെമ്പായത്തു നിന്നുള്ള അൻസാറും അയാളുടെ സഹോദരൻ സിദ്ദീഖിയും, അവര് 2 പേരും ഈ കനകമല ഗൂഢാലോചന കേസിൽ പ്രതികളാണ്. കനകമല ഗൂഢാലോചന കേസിലെ ഒരു പ്രതിയാണ് രണ്ടാമതായിട്ട് സഹപങ്കാളിയായിട്ട് മറ്റേ നഴ്സ്, ബ്രിട്ടനിലെ നഴ്സ് കൊണ്ടു കിടന്നു മലയാളിയായിട്ട്. അവർ ലൈസെസ്റ്ററിലാ താമസം, ബ്രിട്ടനിൽ. ലൈസെസ്റ്ററും ഇതുപോലെയൊക്കെ ഉള്ള ഒരു മേഖലയാണ്. അപ്പോൾ കേരളം എന്ത് ലൈസെസ്റ്റർ വരെ അല്ലേ കേരളത്തിന്റെ ബന്ധം എല്ലാ സംഗതികളുമായിട്ടും ബന്ധമുണ്ട്. അപ്പോൾ പല ആളുകളും ഇപ്പോൾ കൈവെട്ട് കേസ് പ്രതി
പറ്റി നമ്മൾ കഴിഞ്ഞ ദിവസം സവാദിനെ പറ്റി ചർച്ച ചെയ്തില്ലേ? അതെ. അയാളും ഇവിടെ നിന്ന് ഒളിച്ചോടിപ്പോയി. പിന്നെ പലയിടത്തും അയാൾക്ക് PFI പോപ്പുലർ ഫ്രണ്ട് ഒളിവിടമൊരുക്കി അയാള് ഒളിവില് നിക്കാഹ് ചെയ്തു ഇല്ലേ? മംഗലാപുരം. അപ്പൊ അങ്ങനെ കേരളത്തിന്റെ കണക്ഷൻ നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറത്തേക്ക് നീങ്ങുകയാണ് അല്ലെ? എല്ലാവരും തടിയന്റെ അവിടെ നസീർ അല്ലേ? പരപ്പനാര അഗ്രഹാര ജയിലല്ലേ? തടിയന്റെ അവിടെ നസീർ. ഇങ്ങനെ പല സ്ഥലത്ത്, ഇടുക്കിയില് അല്ലേ, വാഗമൺ ഗൂഢാലോചന, ഇങ്ങനെ പല കേസുകളുണ്ടല്ലോ. ഭാഷ വട്ടിയൂർക്കാവിലല്ലായിരുന്നു അയാളുടെ ഭാര്യ, വട്ടിയൂർക്കാവിൽ നിന്നുള്ള ഭാര്യ, പോലീസ് സ്റ്റേഷന്റെ അടുത്ത്. എന്നിട്ട് അയാളുടെ പോലീസ് ബോർഡ് വെച്ചൊക്കെ അല്ലേ ഭാഷ നടന്നിരുന്നതൊക്കെ. അപ്പോൾ അത്യാവശ്യം അവർക്ക് നീങ്ങാവുന്ന, ഇത്തരം ആളുകൾക്ക് നീങ്ങാവുന്ന സാഹചര്യമാണ് ഇവിടെയും പശ്ചിമ ബംഗാളിലും 2 സ്ഥലങ്ങളിലുള്ളത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.